പ്രിയപ്പെട്ട ശ്രീമതി അനുപമ അജിത്, ശ്രീ മാനവബാലൻ, ട്രസ്റ്റ് കമ്മിറ്റി മെമ്പർമാർ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ, മന്ത്രിമാരായ ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ എം വി രാജേഷ്, മുൻ മന്ത്രി ശ്രീ കെ ഇസ്മയിൽ, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സ്മിതേഷ്, DCC പ്രസിഡന്റ് കെ തങ്കപ്പൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ മരക്കാർ നാരായണമംഗലം, ശ്രീ കുര്യച്ചൻ, പ്രേംനാഥ് അഡ്വക്കേറ്റ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള ബഹുമാനരായ ജനപ്രതിനിധികൾ, സീനിയർ നേതാക്കന്മാർ, സഹോദരന്മാർ, ശ്രീ ശങ്കരനാരായണ സാറിൻ്റെ 4ാം ചരമവാർഷികം. ഇവിടെ അദ്ദേഹത്തിൻ്റെ സമകാലീനരും ഏറ്റവും അടുപ്പമുള്ളവരുമായ നേതാക്കന്മാരാണ് സംസാരിച്ചത്. നിങ്ങളെപ്പോലുള്ള കോൺഗ്രസിലെ അദ്ദേഹത്തിനെ എത്രയോ ചെറുപ്പമുണ്ട്, ഒരുപാട് പേർക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ആളാണ് ശങ്കരനാരായണ സാർ. ഷൊർണൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തെ സ്കൂൾ പഠിക്കുന്ന കാലത്താണ് ഞാൻ നേരിട്ട് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ അന്ന് ഏറ്റവും വലിയൊരു കോൺഗ്രസ് നേതാവിനെ കാണുന്നത് ശ്രീ ശങ്കരനാരായണ സാർ. അതോടൊപ്പം കരുത്തനായ ശ്രീ ബാലകനെ. രണ്ടുപേരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നല്ല വ്യത്യാസമുണ്ട്. കോൺഗ്രസിൻ്റെ സമുന്നതരായ സംസ്ഥാനത്ത് തന്നെ 2 നേതാക്കളുണ്ട്. ആ കാലം തൊട്ട് ശങ്കരനാരായണ സാറിൻ്റെ അവസാന നിമിഷം അപ്രതീക്ഷിതമായിട്ട് എന്നെ ചന്ദ്രേട്ടൻ വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ എല്ലാ ദിവസവും ചന്ദ്രേട്ടൻ വിളിക്കും, ബാലഗോപാൽ വിളിക്കും. ഏറ്റവും അവസാനം ചന്ദ്രേട്ടൻ വൈകിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു KSRTC വരെ എത്തി, ഞാനൊന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്, നീ ഒന്ന് വന്ന് കാണണം. ഞാനെത്തി അനു മാത്രമാണ്. അല്പസമയം മുമ്പ് ഇറങ്ങി എറണാകുളത്ത്. കുറച്ച് ഭേദമുണ്ട് മുന്നിട്ടാണ്. പക്ഷെ ഏറ്റവും അവസാനം കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. എന്നെ തിരിച്ചറിഞ്ഞു. അനു ഇങ്ങനെ നെഞ്ച് ഇറക്കി കുഞ്ഞു കൊടുക്കുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവസാന സമയത്ത് ഒരുപാട് അടുപ്പക്കാരുണ്ടായിട്ടും എനിക്ക് അവർ ഉണ്ടാകേണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് ഇത്ര ശുദ്ധമാണ്. എല്ലാവരോടും ചെറുപ്പവും വലുപ്പവും വ്യത്യാസമില്ലാതെ എത്ര ഉന്നതനാണ്. ഇന്നലെ വന്നൊരു പ്രവർത്തകനാണ്. അദ്ദേഹം കാണിക്കുന്ന അടുപ്പം നമുക്ക് കാണിച്ചു. ഓരോരുത്തരും അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ അവർ വിചാരിക്കും എന്നായിട്ടാണ് ശങ്കരനാരായണ സാറിനെ ഏറ്റവും. ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നത്. എത്രയോ ദിവസങ്ങൾ ഞങ്ങളെപ്പോലുള്ള പലരും പോയി ഈ പഴയ കഥകളൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്ന ദിവസങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടി ശങ്കരനാരായണ സാർ വരുന്നത് കാത്ത് പോക്കറ്റിൽ നോക്കുണ്ടോ നോക്കിയിരിക്കുന്ന സഹപ്രവർത്തകർ, പൊതുയോഗത്തിന് കിലോമീറ്ററുകളോളം നടന്നുപോയത്. അന്നത്തെ ഈ മൈക്ക് ബോക്സ് ചുമലിലേക്ക് പോയത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലേക്ക് പോയിട്ട് ആ പെട്ടിയിട്ട് ഓടേണ്ടി വന്നത് തൊട്ട്, പ്രസംഗിക്കുമ്പോൾ കല്ലേറ് കിട്ടിയത് തൊട്ട്, ഇനി അദ്ദേഹത്തിൻ്റെ എന്ത് അനുഭവം പറയാത്ത ചോദിച്ചാൽ എല്ലാവരോടും ഇങ്ങനെ തുറന്ന് പറയും. അപ്പം ഞാൻ പലപ്പോഴും പറയും, ഒരു ഡോക്യുമെൻ്ററി പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനൊക്കെ ഇനിയും ധാരാളം സമയമുണ്ടെന്ന് പറഞ്ഞു. എത്രയോ ഓർമ്മകൾ, കോൺഗ്രസിൻ്റെ ചരിത്രം മാത്രമല്ല ഈ നാടിൻ്റെ ചരിത്രമൊക്കെ എല്ലാവരോടും സംവദിക്കുന്ന ഒരു അപൂർവമായ വ്യക്തിയാണ്. എത്ര ഉന്നതമായ നിലയിലിരുന്നിട്ടും അദ്ദേഹം ആളുകളോടുള്ള പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം ഇനിയൊരാൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ ഉയർച്ചയിലും അവരുടെ വളർച്ചയിലൊക്കെ സന്തോഷിക്കുകയും അതുപോലെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന അത്യപൂർവ നേതാക്കന്മാരുള്ളതാണ്. ചില ആളുകൾക്ക് നല്ല ഡ്രസ്സ് ഇട്ടാൽ പോലും ഇത് എവിടെ നിന്ന് കിട്ടി എന്താണെന്ന് ചോദിക്കും. പക്ഷെ അദ്ദേഹം എല്ലാത്തിനെയും അഭിനന്ദിക്കും, വീട്ടുകാരെ കുറിച്ച് പറയും.
ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ഒരു കാലഘട്ടത്തിൽ സാധാരണ പ്രവർത്തകരെ ആളുകളൊക്കെ പേരെടുത്ത് വിളിക്കാൻ എത്ര അടുപ്പുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. പല നേതാക്കന്മാർക്കും ഇല്ലാത്തൊരു കഴിവ് അദ്ദേഹത്തിന്. നല്ല കഠിനമായ പരിശ്രമിക്കും, നല്ല വായനയുണ്ട്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധം, ഏറ്റവും താഴെത്തട്ടുള്ളവരായിട്ട് ബന്ധം, ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് മറക്കാനാകാത്ത എത്രയോ സംഭവങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് തൻ്റെ ഉറച്ച നിലപാടുകളിൽ നിന്നും അയഞ്ഞിട്ടുണ്ട്. അത് അവസാനം വരെ പുലർത്തി എന്നുള്ളതാണ്. ജയിലിൽ കിടന്നത് സ്വാഭാവികമായിട്ടും മാപ്പ് എഴുതി കൊടുത്തു പോയവരുടെ ചരിത്രം കേരളത്തിൽ നിന്നുമുണ്ട്. അതുപോലെയാണ് ഇന്ത്യയിൽ ശിവരാജന്റെ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ഗവർണർമാരോടൊക്കെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. ചില ആളുകളൊക്കെ രഹസ്യമായി സറണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് അത്തരത്തിലുള്ള ഒരു ആവശ്യം, നിർദ്ദേശം ഉള്ളിലൂടെ വന്നപ്പോൾ ഒരു മിനിറ്റ് ആലോചിക്കാതെ നിലവിലുള്ള പദവി കോൺഗ്രസ് പ്രസിഡന്റിനോട് ആണ് സംസാരിച്ചത്. സോണിയാഗാന്ധി സംസാരിച്ച അന്ന് വൈകിട്ട് തന്നെ രാജിവെച്ചാണ്. അപ്പൊ എത്ര ഉന്നതമായ പദവിയിൽ എത്തിയിട്ടും അതിന് ആദർശവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഒന്നും വ്യതിചലിക്കാതെ വളരെ മാതൃകയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമാണ് പുതിയ തലമുറ പകർന്നെടുക്കേണ്ടത്. ട്രസ്റ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യം അതുപോലെ നല്ല ലാളിത്യത്തോടു കൂടി പെരുമാറുന്ന നേതാക്കളാണ്. ഉറച്ച ആദർശത്തിൽ വിശ്വസിച്ച, ആദർശം പറഞ്ഞ ഇവിടെ പറഞ്ഞ ആദർശമല്ല, ലക്ഷ്യവും അതുപോലെ തന്നെ പാർട്ടിയുടെ നയങ്ങളിൽ ഒരിക്കലും പ്രകോപനപരമായിട്ട് ഇരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം സ്ഥാനത്ത് ഇരുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ഥാനം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. എത്രയോ വർഷം അദ്ദേഹത്തിന് എത്രയോ ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഉന്നതമായ പദവി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടില്ല, അസൂയ കാണിച്ചിട്ടില്ല. 16 വർഷത്തിലധികം UDF-ന്റെ കൺവീനർ എന്ന് വെച്ചാൽ അന്ന് ഇന്നത്തെ UDF-ഉം LDF-ഉം അല്ല, ശക്തമായ കിടമത്സരം മുന്നണിക്കകത്ത് നടത്തുന്ന ഒരു കാലത്ത് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നാൽ, അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ചിരുന്നാൽ മിണ്ടാത്ത ശത്രുക്കൾ പോലും അവിടുന്ന് വീട്ടിൽ പോകും. എനിക്കും ഒരുപാട് അനുഭവം. സാറിന്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ അവിടെ കാണും. പക്ഷെ അവരടുത്ത് നമ്മളെ ഇരിക്കും. എങ്ങനെയെങ്കിലും വർത്താനം പറഞ്ഞാൽ നമ്മളോടും കിട്ടും. അപ്പോൾ ഉള്ള ശത്രുതകൾ ഇല്ലാതാവും. ഇതെങ്ങനെയാണ് ഇതിന്റെ രസം മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹത്തിന് മുന്നണിയിൽ പ്രഗത്ഭരായിട്ടുള്ള ഈഗോ ഇതൊക്കെ ഉണ്ടപ്പോഴും ഒരു ഈഗോ ഇല്ലാത്തവരെയൊക്കെ ഇടപെട്ട് ആ മുന്നണിയും ശക്തമായിട്ട് നിലനിർത്തിയ ഒരു കാലം. അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് മാറിയ ശേഷം UDF-ൽ കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അതിജീവിക്കാനുള്ള വലിയൊരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും പൊതുജീവിതത്തിനും പഠിക്കാനുണ്ട്. എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിന്റെ സഹപാഠികളും കുടുംബക്കാരും വേണ്ടപ്പെട്ടവരുടെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കും. ഷൊർണൂരായതുകൊണ്ട് കുറേ വർഷം കൊണ്ട് വരാൻ പറ്റാതിരുന്നപ്പോഴും ഓരോരുത്തരും വീട്ടിൽ വിശേഷം, അവൻ്റെ മകൻ ഇപ്പം എന്തായി, അവരുടെ മകൾ എന്തായി, അവർക്ക് കുട്ടികളായോ, അവരിപ്പോൾ എന്താ ജോലി, ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഓരോരുത്തരുടെയും കാര്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാ അടുപ്പം, ബന്ധം, അതിന് എത്ര വില മതിക്കാനാകാത്തത്ര ബന്ധമാണ് കോൺഗ്രസിൽ എല്ലാവരോടും. ഇനി അതിനേക്കാൾ ഉപരി ഇനി ഒരു പൊതു സർവകക്ഷി യോഗം വിളിച്ചാൽ അവിടെ കോൺഗ്രസ്സുകാരെക്കാളും കൂടുതൽ പുള്ളിയുടെ ഏറ്റവും അടുപ്പക്കാർ മറ്റു പാർട്ടിക്കാർ. ഇതെല്ലാം പലപ്പോഴും പല സന്ദർഭത്തിലും കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ശിവരാജനൊക്കെ ശങ്കരനാരായണ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു 1000 നാക്കാണ്. അങ്ങനെ എത്രയോ പാർട്ടിയുടെ പ്രഗത്ഭരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അത്രയും മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം. പ്രത്യേകിച്ച് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. അത് അറിയാനും പഠിക്കാനുള്ള അവസരം ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ഏറ്റെടുത്ത് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ അനുസ്മരണം അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടുമല്ല. ഈ വന്നിരിക്കുന്നവർ ഭൂരിപക്ഷം പേരും അദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ളൂ. എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ഈ ഹോള് തികയില്ല. അത്രയേറെ വലിയ സൗഹൃദവും അതുപോലുള്ള ബന്ധത്തിൻ്റെയും ഉടമ ശങ്കരനാരായണ സാറിൻ്റെ
പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു എൻ്റെ വാക്കുകൾ ചെലുത്തുന്നു.